ശ്രീ എ സമ്പത്ത്, ഇപ്പോൾ അഖിൽ ബിജെപിയുടെ പ്രതിനിധി ഈ നിയമത്തെ സംബന്ധിച്ച് ബിജെപി കാണുന്നത് വിശദീകരിക്കുന്നത് താങ്കൾ കേട്ടല്ലോ. സ്വാഭാവികമായും ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും തോന്നും ഇതിൽ എവിടെയാണ് പ്രശ്നം, ഇതിലെവിടെയാണ് തൊഴിലാളി വിരുദ്ധത എന്ന്. പിന്നെ അപ്പോൾ ഈ നിലയിലാണ് കാര്യങ്ങളെങ്കിൽ എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു പുതിയ തൊഴിൽ നിയമം? അതെ അസിത, ഇവിടെ INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ILO-യിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രതിനിധി കൂടിയായിരുന്ന ശ്രീ R ചന്ദ്രശേഖരനും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ CPM-ൻ്റെ പ്രതിനിധിയായി ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്നാമത്തെ ചോദ്യം ഈ തൊഴിൽ നിയമങ്ങൾ പൊളിച്ചെഴുതുന്നത് ആർക്ക് വേണ്ടി എന്നുള്ളതാണ്. അപ്പോൾ താങ്കൾ ചോദിച്ചൊരു ചോദ്യമാണ്, ഇത് ആർക്ക് വേണ്ടിയാണ്? തൊഴിൽ എന്നത്, തൊഴിലും കൂലിയും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. തൊഴിൽ എന്നത് ആരുടെയെങ്കിലും ധർമ്മമല്ല. തൊഴിൽ തേടി ആരും ഭിക്ഷാപാത്രവുമായി തൊഴിലുടമയുടെ മുന്നിലേക്ക്, അങ്ങനെ ധനാഢ്യൻ്റെ മുമ്പിലേക്ക്, ജന്മിയുടെ ഭൂവുടമയുടെ മുന്നിലേക്ക്, അത്തരത്തിലെല്ലാ സാമ്പത്തികവും രാഷ്ട്രീയവും അധികാരങ്ങൾ ഉള്ളവരുടെ മുന്നിലേക്ക് ഭിക്ഷാപാത്രവുമായി ചെന്ന് ധർമ്മം അങ്ങനെ ചോദിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമല്ല. എൻ്റെ ജീവൻ, എൻ്റെ ശരീരം, എൻ്റെ സമയം, ഇക്കാര്യങ്ങളിൽ എനിക്കൊരവകാശമുണ്ട്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നുള്ള മുദ്രാവാക്യം എന്നത് മനുഷ്യൻ ഒരു യന്ത്രമല്ല, ഒരു മൃഗമല്ല. മനുഷ്യനെന്നുള്ള നിലയിൽ ജീവിക്കാനായിട്ടുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. ആ പോരാട്ടമാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ചെറുതും വലുതുമായിട്ടൊക്കെ നടന്നു. അതിൽ അമേരിക്കയിലെ ഷിക്കാഗോയിൽ നടന്നിട്ടുള്ള ആ ഒരു പ്രക്ഷോഭം, ആ സമയത്ത് തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഈ തീവണ്ടി പാളങ്ങൾ അത് ഇടുന്ന ജോലിക്കാർ ഒക്കെ തന്നെ ഈ കൽക്കട്ടയിലും അങ്ങനെ പലയിടത്തും നടത്തി. നമ്മുടെ അക്കാലത്തൊക്കെ തോട്ടിത്തൊഴിലാളി, ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, നൈറ്റ് സോയിൽ കോരുന്ന അവരടക്കം പലയിടത്തൊക്കെ പണിമുടക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായി. ഇപ്പോൾ ഇന്ത്യയിൽ ഈ നിലവിലുള്ള ട്രേഡ് യൂണിയൻ ആക്ട് ഉണ്ട്. ആ ട്രേഡ് യൂണിയൻ ആക്റ്റുമായി ബന്ധപ്പെട്ട് പറയുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അധിക സമയമൊന്നും ഇതിലേക്ക് എടുക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ 4 ലേബർ കോഡുകളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഈ 4 ലേബർ കോഡുകളും ഒളിച്ചാണ് കടത്തിയത്. ഓർമ്മയുണ്ടല്ലോ, ഈ കാർഷിക നിയമങ്ങൾ എന്ന പേരിൽ ഇംഗ്ലീഷിൽ ഫാം ലോസ് എന്ന് പറയുന്ന 4 കൊണ്ടുവന്നത് എങ്ങനെയാണെന്നുള്ളത്. അന്ന് സഖാവ് ഇളമരം കരീമും സഖാവ് KK രാഗേഷും അടക്കമുള്ള ഇടതുപക്ഷ MP-മാരെ രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ആ ശൈത്യകാല സമ്മേളനത്തിൽ അങ്ങനെ കാർഷിക നിയമങ്ങൾ പാസ്സാക്കിയെടുത്തതായി പ്രഖ്യാപിച്ച്, അന്ന് കാർഷിക നിയമങ്ങൾക്കെതിരായി ചിന്തിക്കുന്നവരും പ്രസംഗിക്കുന്നവരും എഴുതുന്നവരും പ്രക്ഷോഭം നടത്തുന്നവരുമെല്ലാം രാജ്യത്തിൻ്റെ വിരുദ്ധ ശക്തികളുടെ കൈകളിലാണ് എന്നും അവർ രാജ്യദ്രോഹികളാണ് എന്നും ഭീകരവാദികളാണ് എന്നും അർബൻ നക്സലുകളാണ് എന്നും BJP-യുടെ നേതാക്കൾ പറഞ്ഞു. ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞ വാക്കുകൾ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. 1 കൊല്ലക്കാലം നീണ്ടു നിന്നതായിട്ടുള്ളൊരു പോരാട്ടമുണ്ട്. അങ്ങനെ തുടർച്ചയായി നീണ്ടുനിന്നൊരു പോരാട്ടം, കർഷക തൊഴിലാളികളുടെ പോരാട്ടം. ആ പോരാട്ടത്തിൻ്റെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു സിഖ് ഗുരുവിൻ്റെ ജന്മദിനം വരികയാണ്. അതുപോലൊരു ജന്മദിനത്തിലാണ് പ്രധാനമന്ത്രി കൈകൂപ്പി മാപ്പ് അഭ്യർത്ഥിച്ചത്. എത്ര കർഷകരെയാണ് കൊലപ്പെടുത്തിയത്? ട്രക്കിടിച്ചോ, വെടിവെച്ച് കൊന്നോ, അല്ലാതെയോ ഒക്കെ ഉള്ളത്. ഓർക്കേണ്ട ഒരു കാര്യം, ആ കർഷകർ അത്തരത്തിൽ അധ്വാനിച്ച് നൽകുന്നതായിട്ടുള്ള ധാന്യമണികൾ, ആ ധാന്യമണികൾ കഴിക്കുന്നത് കൊണ്ട് തൻ്റെ ശരീരവും തൻ്റെ ജീവനുമെല്ലാം ഇങ്ങനെയുള്ളതായിട്ടുള്ള പോലീസുകാർ 6.25 അടി നീളമുള്ള ലാത്തി അവർ വീശിയടിച്ചത് സ്വന്തം പിതാവിൻ്റെ, മാതാവിൻ്റെ, സഹോദരൻ്റെ, ബന്ധുമിത്രാദികളുടെ സ്വന്തം ചോരയുടെ നേർക്കായിരുന്നു എന്ന കാര്യം മറന്നു പോകരുത്. അടിക്കണം എന്ന് ഗോലിമാരോ ആയിരുന്നു BJP നേതാക്കൾ അന്ന് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ വേജ് കോഡ്, 4 കോഡുകൾ വരികയാണ്. വേജ് കോഡ് 2, ദി ഓക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ്. മറ്റൊന്ന് ഇവിടെ വരുന്നൊരു കാര്യം ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ്. വേറൊന്ന് സോഷ്യൽ സെക്യൂരിറ്റി കോഡ്. ഇവിടെ വരുന്നത് ഇനി സ്ഥിരം ജീവനക്കാരില്ലാതാവുകയും കരാർ തൊഴിലാളികൾ മാത്രമായി മാറുകയും ചെയ്യുകയാണ്. അങ്ങനെ കരാർ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ വരുമ്പോൾ അത് സ്വകാര്യ മേഖലയിൽ മാത്രമല്ല, അത് പൊതുമേഖലയിലും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും അടക്കം വരികയാണ്. എന്തിനു വേണ്ടിയാണിത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് കാരവൻ്റെ ഏറ്റവും പുതിയ ലക്കമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവ് എന്ന് പറയാവുന്നത് ഒന്ന് ഇന്ത്യയുടെ സൈന്യമാണ്, മറ്റൊന്ന് ഇന്ത്യൻ റെയിൽവേയാണ്. ഈ കാരവൻ, ഈ മാഗസീൻ പറയുന്നത് ബ്ലഡ് ഓൺ ദ ട്രാക്സ് എന്നാണ്.
ഇവിടെ ഇന്ന് ഇപ്പോൾ ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന മോദി സർക്കാരിൻ്റെ ട്രാക്കിൽ ഇത് ബ്ലഡ് ഓൺ ദ ട്രാക്സ്, ഇവിടെ ഈ കാരവൻ പറഞ്ഞിട്ടുള്ളത് വൈ നിയർലി 100 ട്രാക്ക് മെയിൻറ്റേണേഴ്സ് ഡൈ ഓൺ ദ ജോബ് എവറി ഇയർ എന്നുള്ളത്. ഇന്ത്യൻ റെയിൽവേയിൽ ഓരോ വർഷവും എന്തുകൊണ്ടാണ് ഒരു 100ഓളം ട്രാക്ക് മെയിൻ്റനൻസിൻ്റെ ജീവനക്കാർ അത്തരത്തിൽ കൊല്ലപ്പെടുന്നത് എന്നുള്ളതാണ്. ഇവിടെ സ്ഥിരം ജീവനക്കാരല്ല എങ്കിൽ, കരാർ തൊഴിലാളികളാണ് എങ്കിൽ അവർക്ക് ഈ സുരക്ഷിതത്വവുമില്ല. ഇനി അവർ മരണപ്പെട്ടു പോയാൽ, അംഗഭംഗം വന്നു പോയാൽ അവർക്ക് അത്തരത്തിലുള്ള നഷ്ടപരിഹാരവുമില്ല, പുനരധിവാസവുമില്ല. അവരുടേതായിട്ടുള്ള ഈ നെക്സ്റ്റ് ഓഫ് കിൻ എന്ന് പറയുന്നവർക്ക് അത്തരത്തിൽ ജോലിക്കുള്ള അപേക്ഷയൊന്നും കൊടുക്കേണ്ടതായിട്ടുമില്ല. ഇന്ത്യയിൽ ക്രൂരമായ സ്വകാര്യവൽക്കരണമാണ് നടക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് വിറ്റ് കാശാക്കപ്പെടുന്നത്. കഴിഞ്ഞ 3 തവണയായിട്ടുള്ള, ഇപ്പോൾ മൂന്നാമത്തെ NDA ഗവൺമെൻറ് വീണ്ടും ഒന്ന് തുടർച്ചയായി പുതുതായി തുടങ്ങിയ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ വിറ്റിട്ടുള്ളതല്ലാതെ മുടിയന്മാരായ ചില മരുമകന്മാരും അനന്തരവന്മാരും എല്ലാം തറവാടിൻ്റെ കഴുക്കോല് വരെ ഊരി വിൽക്കുന്നു എന്ന് പറയുന്നത്, അല്ല വിറ്റിട്ട് അതിൽ അഭിമാനിക്കുന്നു എന്ന് പറയുന്നത് പോലെ തുറമുഖങ്ങളും ഖനികളും വിമാനത്താവളങ്ങളും തീവണ്ടികളും ആ തീവണ്ടി ഓഫീസുകളും ഈ ഇതെല്ലാം റിയൽ എസ്റ്റേറ്റ് പോലെ ഇങ്ങനെ വിൽക്കുക, വിറ്റു തുലയ്ക്കുക. എന്നിട്ട് ധർമ്മമാണ് എന്ന് പറഞ്ഞാൽ ഏ ക്യാ ധർമ്മ ഹേ സാബ്. ഓക്കെ.